ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോ മണ്ണാർക്കാടുള്ള തെങ്കരയിലാണ്. ഖസാക്കിന്റെ ഇതിഹാസത്തില് നമ്മുടെ രവിമാഷ് താമസിച്ച ശിവരാമൻ നായരുടെ ഞാറ്റുപുര ഓർമ്മണ്ടെന്നൊക്കെ അതേപോലത്തെ ഒരു ഞാറ്റുപുര ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാണ്. ഇത് നമ്മളെ കേരളത്തിലെ അഗ്രികൾച്ചർ സിവിലൈസേഷന്റെ ഒരു ഭാഗമാണ്. ഇതിപ്പോ നിങ്ങളെ കാണിക്കാനുള്ള ഒരു റീസൺ ഉണ്ട്. അത് വഴിയെ പറയും, സസ്പെൻസ് ആണ്. തുടർന്ന് നമുക്ക് ഇതിന്റെ വിശേഷങ്ങളിലേക്ക് പോവാം. ഓക്കെ, വരൂ. ഇത് കേവലം ഒരു ധാന്യപ്പുര എന്നുള്ളതിനുപരി അതിമനോഹരമായ ഒരു ആർക്കിടെക്ചറാണ്. തനത് കേരളീയ വാസ്തുശില്പ മാതൃകയിലാണ് ഇതിന്റെ നിർമ്മാണം. കേരളത്തിന്റെ കാർഷിക വൃത്തിയായിട്ട് ബന്ധപ്പെട്ടാണ് ഞാറ്റുപുരകൾ. അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നെൽകൃഷിക്കാണ്. നമ്മളെ തനത് നെൽവിത്തുകൾ സംരക്ഷിച്ചു നിർത്തി അത് കൃഷി ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന വിളവുകൾ പ്രിസർവ് ചെയ്ത് വരും കാലത്തേക്ക് സംരക്ഷിക്കലാണ് ധാന്യപ്പുരകളിൽ കർഷകൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പോവാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ കേരളത്തിന്റെ കാർഷിക സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണിക്കാനുള്ള ഒരു റീസൺ ഉണ്ട്, അത് ഞാൻ വഴിയെ പറയും. വലിയ മരത്തടികളിൽ തീർത്ത മനോഹരമായ വാസ്തുശില്പമാണ് ഇതിന്റെ മുഖ്യ കവാടം. അതിമനോഹരമാണ് ഇതിന്റെ നിർമ്മാണ ശൈലി. മെയിൻ ഡോർ കടന്ന് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കാൻ പോവാണ്. 2 നൂറ്റാണ്ടുകളുടെ ഓർമ്മകൾ പേറുന്ന ഈ മനോഹരമായ അകത്തളത്തിലേക്ക് സ്വാഗതം. വലിയ മരത്തടി കൊണ്ടുള്ള തൂണുകളുടെയും ബീമുകളുടെയും വിസ്മയിപ്പിക്കുന്ന ശേഖരം തന്നെ ഇതിലുണ്ട്. ഇതാണ് ഇതിന്റെ തളം എന്ന് പറയുന്ന ഭാഗം. കറ്റ മെതിച്ച് നല്ലായി കഴിഞ്ഞാൽ പച്ചനെല്ലുകൾ ചാക്കിലാക്കിയിട്ട് സൂക്ഷിക്കല് ഇവിടെയാണ്. 25 അടി നീളവും 15 അടി വീതിയുമുണ്ട് ഈ തളത്തിന്. മരങ്ങൾക്കൊന്നും കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ഈ കെട്ടിടത്തിന് കാലപ്പഴക്കം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ മെയിൻ്റെനൻസ് വലിയ പ്രശ്നമാണ്. പിന്നെ ഞാറ്റുപുരയോടുള്ള സെന്റിമെന്റ്സ്, ഞാറ്റുപുരയോടുള്ള ഇഷ്ടമൊക്കെ അത് അനുഭവിച്ചവർക്ക് മാത്രമുള്ള ഒന്നാണ്. എന്നെപ്പോലുള്ള പുതുതലമുറക്ക് ഇത്തരം സന്തോഷങ്ങളും ഇത്തരം ഫീലിങ്സും ഒക്കെ അന്യമാണ്. അപ്പോ നമ്മള് മുകളിലെ വിശേഷങ്ങളിലേക്ക് പോവാം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് ഒരു ധാന്യപ്പുര എന്നതിനപ്പുറം മനോഹരമായ നിർമ്മിതിയാണ്. മനോഹരമായ കൂത്തമ്പലവും ചാരുപടിയും ഒക്കെയുള്ള ഒരു മനോഹരമായ വാസ്തുശില്പമാണ് ഇത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, 200 വർഷം പഴക്കമുള്ള ഈ കെട്ടിടം ഇപ്പോഴും ഇതിന് കാര്യമായിട്ടുള്ള കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല. 2ാമത്തെ തട്ടിലാണ് നമ്മൾ ഈ നിൽക്കുന്നത്. അതിമനോഹരമായ ഈ കൂത്തമ്പല മാതൃകയ്ക്ക് അഭിമുഖമായിട്ട് വിശാലമായിട്ട് നീണ്ടു കിടക്കുന്ന ഒരു വരാന്തയുണ്ട്. ഇത് നോക്കിയേ, എന്തോരം മരങ്ങളാതിൻ്റെ ഉള്ളില്. ഒരു സംഭവം തന്നെ കേട്ടോ. ആ വരാന്തയിൽ നിന്നാണ് 3ാം നിലയിലേക്കുള്ള കോവണി. 2 നൂറ്റാണ്ടുകളെ അതിജീവിച്ച ഈ തച്ചുശാസ്ത്രം ഇപ്പോഴും എത്ര പ്രൗഢിയോട് കൂടിയിട്ടാണ് നിലനിൽക്കുന്നത്. ഞാൻ വണ്ടടിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നമ്മളെ ടെക്നോളജീസ് ഒന്നും ഡെവലപ്പ് ആവാത്ത കാലത്ത് ഇത്ര മനോഹരമായിട്ടാണ് നമ്മളെ പൂർവികരായിട്ടുള്ള ശില്പികള് ഇത് പണിതത്. ഈ വരാന്തയിൽ നിന്നും പ്രവേശിക്കാവുന്ന 4 അറകളുണ്ട്. ഇതാണ് നെൽപ്പത്തായങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഇതിന്റെ ചുവരുകൾ പോലും മരം കൊണ്ടാണ് നിർമ്മിച്ചത്. കുറെ നീക്കം ചെയ്ത് പോയിട്ടുണ്ട്. 4 ഇഷ്ടം പോലെ മരങ്ങളുണ്ട്. നോക്കിയേ, ഈ കാണുന്ന എല്ലാം തേക്ക്, ആഞ്ഞില്, പ്ലാവും ഇരുളുമാണ്. മരങ്ങളുടെ ഒരു അത്ഭുത കൂമ്പാരം തന്നെ ഇതിലുണ്ട്. ഇത്ര കാലമായിട്ടും ഈ മരങ്ങളൊക്കെ വെച്ചിട്ടും ഇതിനൊരു കേടുപാടും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. നമ്മളൊക്കെ ആളുകളുടെ പരാതി എന്താണെന്നറിയോ? വീട് വെക്കുമ്പോൾ മരങ്ങൾ പെട്ടെന്ന് കേട് വരുന്നത്, ദ്രവിച്ചു പോണ്, ചതല് പിടിക്കണമെന്നാണ്. ഇതിനോട് കേട്. നമ്മളിഞ്ഞ് പോകാൻ പോകുന്ന 3ാം നിലയിലേക്കാണോ? അവിടെ വിത്ത് സൂക്ഷിച്ചിരുന്ന സ്ഥലമാണെന്നാണ് ഞാൻ ചോദിച്ചു പറയാൻ കഴിഞ്ഞത്. ഗായ്സ്, പുരാതനമായ ഈ പടവുകൾ കയറി ചെല്ലുമ്പോൾ എന്തൊരു ഫീലാന്നറിയോ? ഇപ്പൊ സമയത്തായെന്നറിയോ? ഉച്ചക്ക് 12 മണി. വല്ലാത്തൊരു തണുപ്പാണ് ഇവിടെ നിൽക്കുമ്പോൾ ഫീൽ ചെയ്യുന്നത്. അത് തന്നെ നിർമ്മാണത്തിന്റെ പ്രത്യേകത കൊണ്ട് തന്നെയാണ്. പിന്നെ നല്ല എയർ സർക്കുലേഷൻ ആണല്ലോ. പിന്നെ മരങ്ങൾ കണ്ടമാനുണ്ടല്ലോ. നല്ല ചെരിഞ്ഞ റൂഫുമാണ്. ഇവിടെയാണ് നേരത്തെ പറഞ്ഞ പോലെ വിത്ത് സൂക്ഷിച്ചു വെക്കുക, അടുത്ത വിളക്കുള്ള. ഈ ജനലുകളെല്ലാം ടൈറ്റായിട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റ് ജീവികളൊന്നും ഇതിലേക്ക് കടക്കില്ല എന്നാണ്
ചോദിച്ച് പറയാൻ കഴിഞ്ഞേ. ഇത്ര അമേസിംഗ് ആയിട്ടുള്ള വെന്റിലേഷൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. കൃഷിഭൂമി മൊത്തത്തിൽ വീക്ഷിക്കാൻ പറ്റുന്ന ഒരു പൊസിഷനിലാണ് ഈ മനോഹരമായ ജാലകം തീർത്തത്. എന്ത് തന്നെയായാലും ഇതൊരു കാലത്തിന്റെ സിഗ്നേച്ചർ ആണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സസ്പെൻസ് പൊളിക്കാൻ പോവാണ്. സസ്പെൻസ് മറ്റൊന്നല്ല, 200 വർഷം പഴക്കമുള്ള ഈ മനോഹരമായ ഞാറ്റുപുര പൊളിക്കാൻ പോവാണ്. ഇത്തരം ഞാറ്റുപുരകള് നെൽകൃഷിക്ക് മാത്രം അഭികാമ്യമുള്ള ഒന്നാണ്. ഇന്നത്തെ കാലത്ത് നെൽകൃഷി ലാഭകരമല്ല എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കിത് വലിയ ബാധ്യതയാണ്. അതുകൊണ്ടാണ് ഇത് പൊളിക്കാൻ അവർ തീരുമാനിച്ചത്. ഇവിടേക്കുള്ള എൻ്റെ വരവിൻ്റെ പിന്നിൽ ഒരു വ്യക്തമായ ഉദ്ദേശമുണ്ട്. ഞാൻ വെറുതെ ഒന്നും വന്നതല്ല ഇവിടെ. ആ കാര്യമാണ് നമ്മളെ ടീം ആർക്കിടെക്ട് കുഞ്ഞാപ്പുകയായിട്ട് ഞാൻ സംസാരിക്കുന്നത്. അതെന്താന്നുള്ളത് അടുത്ത വീഡിയോ ഞാൻ പറയാം. പ്ലീസ് വെയിറ്റ് ഫോർ മൈ നെക്സ്റ്റ് വീഡിയോ. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.